ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തലയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൊങ്കൺ റെയിൽവേയുടെ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഫ്രഷേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോ ആണ്. 2 നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ ആദ്യം എടുക്കുന്നത് ഇവിടെ റെയിൽ കോച്ച് ഫാക്ടറിയുടെ നോട്ടിഫിക്കേഷനാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊങ്കൺ റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ പറയും. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. പിന്നെ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. റീസെൻ്റായി ചെയ്ത വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കയറി കാണാം നിങ്ങൾക്ക്. ഓക്കെ, അതോടൊപ്പം തന്നെ റെയിൽവേയിലേക്ക് നിങ്ങൾക്ക് എക്സാം പ്രിപ്പറേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ റെയിൽവേയിലേക്ക് പറ്റുന്ന ബുക്കുകളെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മാത്രമല്ല, നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഓൺലൈൻ ഡിഗ്രി അതുപോലെ PG അത് സ്കീം ബി എന്ന് പറയുന്നത് കംപ്ലീറ്റ് നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സുകളാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. 3 ആഴ്ച മുൻപ് ചെയ്ത വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ കയറി കാണാൻ ഡീറ്റെയിൽ ആയിട്ട് 56 മിനിറ്റ് ഡ്യൂറേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് ഒക്കെ അടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ആരെങ്കിലും ഉണ്ടാവില്ലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് എക്സാം എഴുതാം. വീട്ടിലിരുന്ന് എന്താണ് നിങ്ങൾക്ക് ഡിഗ്രി പഠിച്ചിട്ട് നിങ്ങൾക്ക് എക്സാമും വീട്ടിലിരുന്ന് എഴുതാനുള്ള സ്കീമാണ്. അതുപോലെ തന്നെ PG ആണ്. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് അവൈലബിൾ ആയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോ ഉണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. നമ്മുടെ ചാനലിൽ മെമ്പേഴ്സ് ഓൺലി വീഡിയോസും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണാവുന്നതാണ് കേട്ടോ. ഒട്ടനവധി വീഡിയോസ് നമ്മൾ മെമ്പർഷിപ്പ് എടുത്തവർക്കായിട്ടും ചെയ്യുന്നുണ്ട്. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് റെയിൽ കോച്ച് ഫാക്ടറിയുടെ ആണ്. അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ് റെയിൽവേസ് കീഴിലുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് 734 ആക്ട് അപ്രൻറ്റീസസ് പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 5/9/2026 ആണ്. അതോടൊപ്പം വിളിച്ചിരിക്കുന്ന ട്രേഡുകൾ ഏതൊക്കെ നോക്കാം. ഫിറ്റർ നമുക്ക് ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത് 180 വേക്കൻസി ഉണ്ട്. വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്കൽ 220 വേക്കൻസി ഉണ്ട്. ദെൻ മെഷീനിസ്റ്റിൽ 60 വേക്കൻസി. ദെൻ പെയിൻറ്റർ ജനറൽ നിങ്ങൾക്ക് 40 വേക്കൻസി. കാർപ്പൻറ്റർ നിങ്ങൾക്ക് 40 വേക്കൻസി. ഇലക്ട്രീഷ്യനിൽ നിങ്ങൾക്ക് 110 വേക്കൻസി. ദെൻ AC ആൻഡ് റെഫ്രിജറേഷൻ മെക്കാനിക്കിൽ നിങ്ങൾക്ക് 44 വേക്കൻസി. ദെൻ മെക്കാനിക് മോട്ടോർ വെഹിക്കിളിൽ നിങ്ങൾക്ക് 20 വേക്കൻസി. പിന്നെ ഇലക്ട്രോണിക് മെക്കാനിക്കൽ 20 വേക്കൻസി. അങ്ങനെ 734 വേക്കൻസിയാണ് നിലവിൽ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സും IT ആണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് എക്സാമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിലേക്ക് നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ കിട്ടിയിരിക്കുന്ന മാർക്കും 10ാം ക്ലാസ്സിൽ നമുക്ക് മിനിമം 50% മാർക്ക് വേണം കേട്ടോ. IT പാസ് മാർക്കാണെങ്കിലും കുഴപ്പമില്ല. 10ാം ക്ലാസ് മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ 10ാം ക്ലാസ് പ്ലസ് IT ആണ് വേണ്ടത്. അപ്പം 10ാം ക്ലാസ്സിൻ്റെയും ITയുടെയും രണ്ടിൻ്റെയും മാർക്ക് നോക്കി ഒരു സിമ്പിൾ ആവറേജ് നോക്കിയിട്ടാണ് ഇതിലേക്ക് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. അതല്ലാതെ എക്സാമോ ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വിളിക്കും. ആ സമയത്ത് പോയാൽ മതി നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് 10ാം ക്ലാസ്സിൻ്റെയും ITയുടെയും മാർക്ക് ടോട്ടൽ കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് സിമ്പിൾ ആവറേജ് രീതിയിലാണ് മാർക്ക് ലിസ്റ്റ് അതായത് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. എലിജിബിലിറ്റി കണ്ടീഷനിൽ നിങ്ങൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് 5/9/2026 എന്ന് പറയുന്നതാണ് അതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ്. ഈ ഡേറ്റിലേക്ക് നിങ്ങൾക്ക് മിനിമം 15 വയസ്സ് പൂർത്തിയായിരിക്കണം. മാക്സിമം 24 വയസ്സ് പിന്നിടാൻ പാടില്ല, അത് കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. 24 വയസ്സ് വരെ അവർക്ക് അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ 29 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവർക്ക് 27 വയസ്സ് വരെ എന്ത് ചെയ്യാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 10 വർഷം വരെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. 10ാം ക്ലാസ് 50% മാർക്കോടുകൂടി പാസ്സായിരിക്കണം. പ്ലസ് എന്താണ് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, അതായത് IT കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. IT ഉള്ളവർക്ക് അതായത് ട്രേഡുകൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന വേക്കൻസി ഇല്ലേ, ഫിറ്റർ ആണെങ്കിൽ ഫിറ്റർ ട്രേഡിൽ IT, ഓക്കെ അതാണ് ഉദ്ദേശിക്കുന്നത്. അത് ട്രേഡിൽ IT കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മാർക്ക് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമുക്കിതാ ഇപ്പോൾ നിങ്ങൾക്ക് 10th 70ഉം ITക്ക് 80 മാർക്കാണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 75% ആണ് ഈ ഒരു രീതിയിൽ കിട്ടുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയിരിക്കും നമ്മുടെ മാർക്ക് ആവറേജ് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് CGPA ഒക്കെ ആണെങ്കിലാണ്. അപ്പോൾ നമുക്ക് 10th A+ എന്നൊക്കെ പറഞ്ഞാൽ ഗ്രേഡ് പോയിൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ശരാശരി പെർസെൻറ്റേജ് നമ്മൾ കണ്ടിട്ട് നമ്മളങ്ങനെ ആക്കിയാലും മതി. എന്നിട്ട് അതിൽ നമുക്ക് മാർക്കൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആ മാർക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് ഒരു 10th ഒരു കാൽക്കുലേറ്റർ ഉണ്ട് നമുക്ക്. അത് ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്ത് അപ്ലൈ ചെയ്യുന്ന ഭാഗത്ത് കാണിക്കാം, അല്ലെങ്കിൽ ഇപ്പം തന്നെ കാണിക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ മറന്നു പോകും, നമ്മൾ പെൻഡിങ് വെച്ചാൽ. നമ്മുടെ ഇതുണ്ടല്ലോ GST Legiland എന്ന് പറഞ്ഞ വെബ്സൈറ്റ് കയറുക. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്ലൈ ചെയ്യണമെന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജിലേക്കാണ് വരിക. ഇവിടെ തന്നെ മുകളിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് ബട്ടൺ ഈസി ടൂൾ എന്ന് പറഞ്ഞിട്ട്. ഈ ഈസി ടൂൾ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാം. ഈസി ടൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ കാണിക്കാം പേജിലോടായി. ഇതിൽ നമുക്ക് പെർസെൻറ്റേജും കാണാം, നമുക്ക് കിട്ടിയ മാർക്കും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് ശരാശരി മാർക്കും കാര്യങ്ങളും മാത്രമായിരിക്കും. നിങ്ങൾക്ക് കറക്റ്റ് മാർക്ക് കിട്ടാൻ നമ്മൾ പരീക്ഷാ ഭവനിൽ റിക്വസ്റ്റ് കൊടുത്ത് നമ്മുടെ സ്കോർ കാർഡ് തന്നെ വാങ്ങണം.
നമുക്ക് 10th സർട്ടിഫിക്കറ്റിൽ ജസ്റ്റ് ഗ്രേഡ്സ് ഏതൊക്കെയാണ് B+ അല്ലെങ്കിൽ A എന്നുള്ള രീതിയിൽ നമുക്ക് ഗ്രേഡ് മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, യെസ്, പേജ് ലോഡായി വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു പേജിലേക്ക് വരും. ഇവിടെ നമുക്ക് കാണാം അതുണ്ടോ കുറേ ടൂൾസ് ഉണ്ട്. ഏജ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കൺഫ്യൂഷൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാം. 10th സർട്ടിഫിക്കറ്റിൻ്റെ അത് മാർക്ക് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഫോട്ടോ എഡിറ്റർ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് PSCയിലൊക്കെ അല്ലെങ്കിൽ മറ്റു പേരൊക്കെ ചേർക്കണമെങ്കിൽ ഫോട്ടോയിൽ ഡേറ്റും ചേർക്കണം, അങ്ങനെ ടൂളുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ SSLC 10th% കാൽക്കുലേറ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടോ ഇവിടെ നിങ്ങൾ ഗ്രേഡ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഓരോ ഗ്രേഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ സബ്ജക്റ്റ് നോക്കുക, നിങ്ങളതിനനുസരിച്ച് ഗ്രേഡ് ഇതിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ഗ്രേഡ് ഏതൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ അതിങ്ങനെ ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുക്കുക ഞാനിപ്പോൾ വെറുതെ കുറച്ച് ഗ്രേഡ് ഇവിടെ ആഡ് ചെയ്താൽ ജസ്റ്റ് നമുക്കിവിടെ കാണാം. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ കണ്ടോ കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് അവിടെ കണ്ടോ 75.50 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും താഴോട്ടൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുക. അതാണ് കൊണ്ട് കേരള SSLC പെർസെൻറ്റേജ് ടു മാർക്ക് കാൽക്കുലേറ്റർ. ഇവിടെ നമ്മൾ കിട്ടിയ പെർസെൻറ്റേജ് ഇവിടെ ഇട്ട് കൊടുക്കുക 75.50. എന്നിട്ട് കാൽക്കുലേറ്റ് മാർക്സ് എന്നിട്ട് കൊടുത്താണ്ട് ഏകദേശം മാർക്ക് നമുക്ക് കിട്ടും. അതായത് ഔട്ട് ഓഫ് 650 നമുക്ക് കിട്ടിയ മാർക്ക് 490.75 ആണ്. അപ്പോൾ അത് ആവറേജ് മാത്രമാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മാർക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പരീക്ഷ ഭവനിൽ തന്നെ നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത് നമ്മുടെ സ്കോർ കാർഡ് വാങ്ങണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അപേക്ഷ ഫീസ് 100 രൂപ വരും. അത് ഓൺലൈനായിട്ടാണ് ഫീ അടയ്ക്കേണ്ടത്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സിന് ഫീ ഇല്ല. അതുപോലെ ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾക്ക് ഫീ ഉണ്ടാവില്ല. അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും യാതൊരു ഫീസും വേണ്ട, ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കണം. പിന്നീട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ കോൾ ലെറ്റർ വരും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനുള്ള. അതുമായിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ടായിട്ട് നിങ്ങൾ പോകണം. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫോട്ടോഗ്രാഫ് 3 മാസത്തിൻ്റെ ഉള്ളിൽ എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. JPG ഫോർമാറ്റിൽ 20-70 KB ഫയൽ സൈസ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ നല്ല ക്ലിയർ ആയിരിക്കണം കേട്ടോ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ 2 കോപ്പി അഡീഷണൽ കോപ്പീസ് നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് കേട്ടോ. പിന്നെ സിഗ്നേച്ചർ നമ്മൾ ഈ പറയുന്ന ഡയമെൻഷൻ 3.5 × 3.5 എന്നുള്ള ഡയമെൻഷനിൽ ആ ഒരു ഹൈറ്റും വിടുത്തും എന്നുള്ള രീതിയിൽ നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യണം. 20-30 KB ഇടയിലായിരിക്കണം. പിന്നെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യേണ്ടത് പറഞ്ഞു 5/9/2026 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും പറയാം. പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വാട്സപ്പ് നിങ്ങൾക്കിവിടെ കാണാം എംപ്ലോയീസ് ഓഫ് RCF, അതായത് RCF അല്ലെങ്കിൽ കവർത്തലയിലുള്ള എംപ്ലോയീസിൻ്റെ മക്കളോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻസോ ഒഴികെ ബാക്കി എല്ലാവരും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് സെലക്ഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അതിലേക്ക് സജസ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത്. അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ അത് രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ അവിടെ ശ്രദ്ധിക്കാം. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോയാൽ മതി. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷനും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ ഇത് നിങ്ങൾ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ കാണാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ജസ്റ്റ് സീക്ക് ചെയ്തിട്ട് ലാസ്റ്റിലേക്ക് നോക്കിയാൽ മതി. ഇനി ഇവിടെ കാണാൻ പറ്റും അടുത്തത് കൊങ്കൺ റെയിൽവേയുടെ നോട്ടിഫിക്കേഷനാണ്. അപ്പം ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ്റെ നമ്മൾ ഈ പറയുന്ന എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട. അപ്പോൾ ഇനി അടുത്ത രണ്ടാമത്തത് കൊങ്കൺ റെയിൽവേയുടെ നോട്ടിഫിക്കേഷനാണ്. കൂടെ കാണാൻ പറ്റും എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്, അതല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ ഗ്രാജുവേറ്റ്, അത് ജനറൽ സ്ട്രീം, അങ്ങനെ 3 കാറ്റഗറിയിലാണ്. അപ്രൻറ്റീഷിപ്പ് എന്നാണ് ഇതിലും വിളിച്ചിരിക്കുന്നത്. ഗ്രാജുവേറ്റ്, ഡിപ്ലോമ എഞ്ചിനീയറിംഗിൽ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ്. ദെൻ ഗ്രാജുവേറ്റും ജനറൽ സ്ട്രീം, അത് BA, BCom, BSc ഒക്കെ കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പാസ് ഔട്ട് ആകേണ്ടത് 2021, 2022, 2023, 2024, 2025 ഈ പറയുന്ന ഏതെങ്കിലും ഇയറിൽ നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ളൂ. അതായത് നമ്മുടെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഒക്കെ നമ്മൾ കഴിഞ്ഞ 5 വർഷം പിന്നിടാൻ പാടില്ല എന്നുള്ളത് അപ്രൻറ്റീഷിപ്പിൻ്റെ ഒരു റൂളാണ്. അപ്പോൾ അത് പ്രകാരം നിങ്ങൾ പ്രത്യേക ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് സബ്ജക്റ്റ് വൈസ് കാര്യങ്ങൾ മെഡിക്കൽ കാറ്റഗറി B1, ഇതൊക്കെ B1 എന്താണെന്നൊക്കെ നമ്മൾ റെയിൽവേൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളന്ന് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി. മെഡിക്കലി നമ്മൾ എത്രത്തോളം ഫിറ്റ് ആയിരിക്കും എന്നുള്ള കണ്ടീഷനാണ്. BE സിവിലിൽ നിങ്ങൾക്ക് 24 വേക്കൻസി, ഇലക്ട്രിക്കലിൽ നിങ്ങൾക്ക് ഇവിടെ 18 വേക്കൻസി, ദെൻ ഇലക്ട്രോണിക്സിൽ നിങ്ങൾക്ക് 8 വേക്കൻസി, മെക്കാനിക്കലിൽ നിങ്ങൾക്ക് 10 വേക്കൻസി, ഡിപ്ലോമയിൽ നിങ്ങൾക്ക് 20 വേക്കൻസി സിവിൽ, ഡിപ്ലോമ ഇലക്ട്രിക്കലിൽ നിങ്ങൾക്ക് 12, ഇലക്ട്രോണിക്സിൽ 7, മെക്കാനിക്കലിൽ 15, പിന്നെ ഗ്രാജുവേറ്റ് ജനറൽ സ്ട്രീമിൽ നിങ്ങൾക്ക് 20 വേക്കൻസി, അങ്ങനെ 114 വേക്കൻസിയാണ്. റിസർവ് വേക്കൻസി കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ,
ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നാറ്റ്സിലൊന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഡയറക്റ്റ് നിങ്ങൾ 9 to 12 എന്ന് പറയുന്ന ഈ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ പറയുന്ന വെന്യൂവിൽ ഈ പറയുന്ന ഡേറ്റിൽ എത്തിച്ചേരാൻ ഈ പറയുന്ന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന്. ഇതിലേക്കും ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയിലൊക്കെ കിട്ടിയിരിക്കുന്ന മാർക്കിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതിലേക്കും സെലക്ഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ പറയുന്ന ഡേറ്റുകളുണ്ട്. ഇപ്പോൾ സിവിൽ BE അതുപോലെ ഡിപ്ലോമ സിവിലാണെങ്കിലും അതുപോലെ ഇലക്ട്രോണിക്സ് ആണെങ്കിലും അവർക്ക് 24/8/2026 ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. ആ സമയത്ത് നമ്മൾ ഈ വെന്യൂവിന് നിൽക്കുന്ന എക്സിക്യൂട്ടീവ് ക്ലബ് എന്ന് പറഞ്ഞിട്ട് മുംബൈ എന്ന് പറയുന്ന ഈ ഒരു അഡ്രസ്സിലാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. ഓക്കെ, ഇനി ബാക്കിയുള്ള സീരിയൽ നമ്പർ 4 to നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. സീരിയൽ നമ്പർ 6 വരെ 25/8 നിങ്ങൾക്ക് എത്തിച്ചേരേണ്ടത്. 7 to 8 നിങ്ങൾക്കിവിടെ കാണാം 27/8. സീരിയൽ നമ്പർ 9 28/8/2026. ഇത് അപ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് 9 മണിയുടെയും 12 മണിയുടെയും ഇടയിലായിരിക്കണം. അവിടെ പോയി നമ്മൾ രജിസ്റ്റർ ചെയ്യുക. ആ സ്പോട്ടിൽ അവിടെ പോയി രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവർ വെരിഫൈ ചെയ്യും. നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നാറ്റ്സ് ഉണ്ടല്ലോ. ഇത് നാറ്റ്സ് എന്താണെന്ന് ഞാൻ കാണിക്കാം വീഡിയോയുടെ മറ്റൊരു അതായത് അവസാന ഭാഗത്ത്. ഓക്കെ, നാറ്റ്സിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെക്കണം. ആ നാറ്റ്സ് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു എൻറോൾമെൻറ്റ് ID കിട്ടും. ആ ID നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് കൊണ്ടുപോകണം, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ പാസ് ഔട്ടായിട്ട് 5 വർഷം പിന്നിടാൻ പാടില്ല നമ്മൾ പറഞ്ഞു. 2021, 22, 23, 24, 25 ഈ പറയുന്ന വർഷങ്ങളിൽ എവിടെയെങ്കിലൊക്കെ നിങ്ങൾ പാസ് ഔട്ട് ആയാണെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 2020 പാസ് ഔട്ട് ആയാണെങ്കിലോ 2019 18 അങ്ങോട്ടൊന്നും പറ്റില്ല. 2021 ശേഷം കൊണ്ട് ആണെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പിലേക്ക് എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ സിവിലാണെങ്കിൽ സിവിലിൽ നിങ്ങൾക്ക് BE or BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് പവർ എഞ്ചിനീയറിംഗ്, ഇനി ഏതെങ്കിലും കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് ഇലക്ട്രിക്കൽ. അപ്പോൾ ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട് ഒരു കോമ്പിനേഷനിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ ആ ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അതുപോലെ BE or BTech ഇത് നിങ്ങൾ നോക്കുക. വിവിധ ഡിസിപ്ലിൻ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷനിൽ സബ് സ്ട്രീംസ് ഓഫ് നിങ്ങൾക്കിവിടെ കാണാം ബേസിക് സ്ട്രീം. ആ ഒരു ബേസിക് സ്ട്രീംസ് ആയിട്ടുള്ള ഇവിടെ പറഞ്ഞിരിക്കുന്ന അത് അതിൻ്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ മറ്റേതെങ്കിലും സബ് സ്ട്രീംസ് വെച്ച് ആ രീതിയിൽ ക്വാളിഫൈഡ് ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ നിങ്ങൾ നോക്കാം. അതുപോലെ കാറ്റഗറി 2 എന്ന് പറയുന്നത് ഡിപ്ലോമയാണ്. ഇതിലേക്ക് ഡിപ്ലോമ ആണേണ്ടത്. സിവിൽ ഈ പറയുന്ന ഡിപ്ലോമ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ പറയുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയുള്ള രീതിയിൽ ഡിപ്ലോമ ഉള്ളവർക്ക് വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ അടുത്തത് മൂന്നാമത്തത് ഗ്രാജുവേറ്റ് ജനറൽ സ്ട്രീമാണ്. ഇതിലേക്ക് BA നിങ്ങൾക്ക് കാണാം, BCom അതുപോലെ BSc അതുപോലെ നിങ്ങൾക്ക് കാണാം BBA അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ പറയുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുള്ളവർക്ക് ജനറൽ സ്ട്രീമിലേക്ക് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് 18 to 25 1/1/2026 കണക്കാക്കിയാണ് ഏജ് കണക്കാക്കുന്നത്. SC/ST ആണെങ്കിൽ 5 വർഷം, OBC NCL ആണെങ്കിൽ 3 വർഷം വരെ അവർക്ക് ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സ്റ്റൈപ്പൻ്റ് എമൗണ്ട് എന്ന് പറഞ്ഞപ്പം ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പ് ആണെങ്കിൽ അവർക്ക് ഏകദേശം 12,300 ലഭിക്കുക. ഇപ്പോൾ ഈ പറയുന്ന അത് നിങ്ങൾക്ക് ഗവൺമെൻറ് തരുന്നതുണ്ട്, അതുപോലെ തന്നെ ഈ അതായത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് തരുന്നതുണ്ട്. അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രാജുവേറ്റിലാണെങ്കിൽ 12,300 കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിപ്ലോമ ആണെങ്കിൽ അവർക്ക് ഇതാ 5,450 5,480 10,900 എന്ന് പറയുന്ന ഒരു എമൗണ്ട് ആയിരിക്കും ലഭിക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ നിങ്ങൾക്കിവിടെ കാണാം. ഓക്കെ, അപ്രൻറ്റീഷിപ്പ് ഗ്രാജുവേറ്റ് ദെൻ ഡിപ്ലോമ ഹോൾഡേഴ്സിനാണെങ്കിൽ ഈ ഒരു എമൗണ്ട് ആയിരിക്കും ലഭിക്കുക കേട്ടോ. ഓക്കെ, അത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തതെന്നുള്ളൂ കേട്ടോ. അതായത് നമുക്ക് ഗവൺമെൻറ് തരുന്ന എമൗണ്ടും പിന്നെ നമുക്ക് ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ തരുന്ന എമൗണ്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതിൽ നിങ്ങളുടെ സെമസ്റ്ററിൻ്റെ എല്ലാ സെമസ്റ്ററിൻ്റെയും ടോട്ടൽ പെർസെൻറ്റേജ് നോക്കിയിട്ട് അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവരെയാണ് അതിലേക്ക് സെലക്ട് ചെയ്യുക. സെയിം മാർക്ക് കിട്ടിയാൽ ടൈ ബ്രേക്ക് ചെയ്യാൻ ഏജിൻ്റെ ഒക്കെ നോക്കും. പിന്നെ അതോടൊപ്പം തന്നെ ലാൻഡ് ലോസർ കാൻഡിഡേറ്റ്സിനൊരു ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. കൊങ്കൺ റെയിൽവേ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഭൂമി നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ കേട്ടോ. ഇനി അതോടൊപ്പം തന്നെ KRCലിൻ്റെ ഒരു പരിധിയിൽ വരുന്ന മറ്റു ഇവിടെ ഈ സ്റ്റേറ്റ് നിങ്ങളുടെ മഹാരാഷ്ട്രയുടെ നോർത്ത് ഗോവ അതുപോലെ ഈ പറയുന്ന പ്രദേശങ്ങൾ കന്നഡ, ഉടുപ്പി, ദക്ഷിണ കന്നഡ ഒക്കെ ഈ കർണാടകയിലുള്ള മറ്റു ഭാഗങ്ങൾ ഇവിടെയുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഒരു സെക്കൻഡ് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നൊന്നും ഇതിൽ പറയുന്നില്ല. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പ്രിഫറൻസ് മാത്രമാണ് പറയുന്നത്. ദെൻ നമുക്കും ഇതിലേക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ ചോയ്സാണ്. നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ ഓൺലി ഈ പറയുന്ന സ്റ്റേറ്റിന് മാത്രമാണെങ്കിൽ അവരങ്ങനെ കൊടുക്കും. പ്രിഫറൻസ് ആയിട്ടാണ്. അപ്പോൾ പ്രിഫറൻസ് പറഞ്ഞാൽ അവരുടെ അവൈലബിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റേതാണെങ്കിൽ അവർ ഇപ്പോൾ കർണാടക സ്റ്റേറ്റ് ഓൺലി അല്ലെങ്കിൽ കർണാടക ഡൊമസൈൽ കാൻഡിഡേറ്റ്സ് എന്നൊക്കെ ഉള്ള രീതിയിൽ കൊടുക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിലൊന്നും അവിടെ കൊടുത്തിട്ടില്ല. ഇനി റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് ആണ്. ഒറിജിനലും അതിൻ്റെ കൂടെ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ഫോട്ടോ കോപ്പിയും വെക്കണം. മാർക്ക് ഷീറ്റ് നിങ്ങളുടെ ഡിഗ്രിയോ ഡിപ്ലോമയുടെ വേണം. സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ, പിന്നെ 10th സർട്ടിഫിക്കറ്റ്,
പിന്നെ ഇത് നമ്മൾ നോക്കേണ്ടതൊക്കെ ലാൻഡ് ലൂസർ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ ആണ് കേട്ടോ. നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ അതാണ്. ഓക്കെ. പിന്നെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു സെക്കൻഡ് പ്രിഫറൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ കർണാടക അല്ലെങ്കിൽ ഈ പറയുന്ന മഹാരാഷ്ട്ര, ഗോവ ഇതൊക്കെ പറഞ്ഞില്ലേ, അവിടെയൊക്കെയുള്ളവരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണ്ടി വരും. പിന്നെ SC/ST കാൻഡിഡേറ്റ്സ്, OBC അങ്ങനെയുള്ള നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിനുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ്. പിന്നെ വേണ്ടത് 2 സെൽഫ് അറ്റസ്റ്റഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം. പിന്നെ പാൻ കാർഡ് വേണം, ആധാർ കാർഡ് വേണം. പിന്നെ ഇതിൻ്റെയൊക്കെ നമ്മൾ മുകളിൽ പറഞ്ഞതിൻ്റെയൊക്കെ എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഫോട്ടോ കോപ്പീസ് വേണം. ഒറിജിനലും വേണം കേട്ടോ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് പോകുമ്പോൾ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുൻകൂട്ടി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ NATSൽ NATS അപ്പോൾ സർട്ടിഫിക്കറ്റൊക്കെ മാതൃക ഇതിൽ കൊടുത്തിട്ടുണ്ട്. NATSൽ നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ അതായത് ഇപ്പോൾ ഈ പറയുന്ന 2 നോട്ടിഫിക്കേഷൻ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ നമ്മുടെ റെയിൽ കോച്ച് ഫാക്ടറിയുടെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അപ്പോൾ റെയിൽ കോച്ച് ഫാക്ടറിയുടെ നോട്ടിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ആവുന്നതിൻ്റെ ലിങ്ക് തരും. റെയിൽ കോച്ച് ആണെങ്കിലും ഇനി കൊങ്കൺ റെയിൽവേ ആണെങ്കിലും ഏതായാലും നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ആവുന്ന അറിയും ലിങ്ക് തരും. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി, GST ലെജുലാൻഡ് ഗൂഗിൾ ചെയ്താൽ മതി. നമ്മുടെ ഹോം പേജ് കയറുക, താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇവിടെ കണ്ട നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ജോബ്സ് എന്ന് കാണാം. ഇവിടെ കണ്ട RCF കപ്പൂർത്തല, അതുപോലെ കൊങ്കൺ റെയിൽവേ എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ ഉണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഇവിടെ നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഇനി ഇപ്പോൾ നമ്മൾ കൂടുതൽ പോസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പം ഈ ഒരു ലിസ്റ്റിലൂടെ 5 പോസ്റ്റേ നിൽക്കുള്ളൂ. ബാക്കിയൊക്കെ ഇത് താഴേക്ക് പോകും. അപ്പോൾ ഇവിടെ എന്തെയാണെന്ന് വെച്ചാൽ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്യുക നിങ്ങൾ. അതായത് നമ്മൾ വീഡിയോ ചെയ്ത് കുറച്ചധികം ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ അത് ഫസ്റ്റ് RCF ഫസ്റ്റ് പൊസിഷനിലൂടെ ഉണ്ടാവില്ല, അത് താഴേക്ക് വരും. അപ്പോൾ നിങ്ങളിങ്ങനെ താഴോട്ട് നീക്കിയിട്ട് ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് ഇവിടുത്തെ പേജ് കഴിഞ്ഞു. ഈ പേജ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 100 പേജുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് സെക്കൻഡ് പേജ് പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ പോസ്റ്റും ഇതിലുണ്ടാവും. ഓക്കെ. അപ്പോൾ നിങ്ങൾ അങ്ങനെ നെക്സ്റ്റ് അടിച്ച് എന്ത് ചെയ്യണം, അങ്ങനെ പോകണം. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പം എന്താണ് പോസ്റ്റ് ഇട്ടപ്പം തന്നെ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിവിടെ ഏറ്റവും ഫസ്റ്റിൽ ഇത് കിടക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ RCF കപ്പൂർത്തലയുടേതാണ് എടുക്കുന്നത്. കഴിഞ്ഞിട്ട് കൊങ്കൺ റെയിൽവേയുടെ പറയാം കേട്ടോ. അപ്പോൾ അതിൽ നമ്മളിവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ അപ്ലൈ നോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പോസ്റ്റ് ഓപ്പൺ ആയി വരും. ഇതിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മലയാളത്തിൽ തന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് നോക്കാം. ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൻ്റെ ഭാഗമുണ്ട്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഈ അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വരും, ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളും ഒക്കെ കൊടുക്കാം. എന്നിട്ട് കണ്ടോ റെയിൽ കോച്ച് ഫാക്ടറി എന്നൊരു ഐക്കൺ ഉണ്ട്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മളൊരു ജസ്റ്റ് ഒരു ഡിക്ലറേഷനാണ്, അഗ്രി കൊടുത്തിട്ട് കണ്ടിന്യൂ എന്ന് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് തരും. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ടാകും, അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ യൂസർ നെയിമും പാസ്വേഡും നമുക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്തെങ്കിലും ഇവിടെ രജിസ്റ്ററിനാവും എന്നുള്ളത് കൊടുക്കുക. ഇവിടെ കണ്ടോ താഴെ രജിസ്റ്റർ എന്ന് കൊടുക്കുക. അപ്പോൾ രജിസ്റ്റർ എന്ന് കൊടുക്കുക. നിങ്ങൾ രജിസ്റ്റർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും കൊടുക്കുക. എന്നിട്ട് അതിലേക്കൊരു വൺ ടൈം OTP ഒക്കെ വരും. നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളതിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്ത് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു പോയാൽ മതി. ദെൻ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക, മെസ്സേജ് അയക്കട്ടോ. ഓക്കെ. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു, അങ്ങനെ ചെയ്തു പോകുക എന്നുള്ളതാണ്. RCF കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ കൊങ്കൺ റെയിൽവേയുടെ അതുപോലെ നമ്മൾ എടുക്കാം. കൊങ്കൺ റെയിൽവേയുടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കൊങ്കൺ റെയിൽവേയുടെ പേജിലേക്ക് ഓപ്പൺ ആയി വരും. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇതിൽ നമ്മൾ വേറെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ NATSൽ രജിസ്റ്റർ ചെയ്ത് വെക്കണം. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുന്നതിന് മുൻപ് ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളവിടെ കാണാം, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് NATSൻ്റെ പോർട്ടലിലേക്കാണ് ഓപ്പൺ ആകുക. അപ്പോൾ NATSൽ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് എൻറോൾമെൻറ്റ് ID ഉണ്ടെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ സ്റ്റുഡൻറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ഇത് സ്റ്റുഡൻറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ കാണാം റെഗുലർ സ്റ്റുഡൻറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ എന്ന് കൊടുക്കുക. അങ്ങനെ രജിസ്ട്രേഷൻ കൊടുത്ത് ഈ പറഞ്ഞ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കയ്യിൽ വേണം. യെസ് എന്ന് കൊടുത്ത് അങ്ങനെ ചെയ്തു പോകാം. ഓക്കെ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന കൊങ്കൺ റെയിൽവേയുടേതാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോവാണ് വേണ്ടത്. അതിന് മുന്നായിട്ട് നമ്മൾ വേറെ എവിടെയും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും നമ്മൾ NATS ഉണ്ട്, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീമിൻ്റെ ഈ പോർട്ടലിൽ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മളൊരു എൻറോൾമെൻറ്റ് ID ഇതൊന്ന് ജനറേറ്റ് ആവും. ആ എൻറോൾമെൻറ്റ് ID നമുക്ക് എന്താണ് ഈ പറയുന്ന കൊങ്കൺ റെയിൽവേയുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് പോകുന്ന സമയത്ത് അത് നിർബന്ധമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.